Hey guys, welcome back to another flash vlog. അയ്യോ ഇന്ന് സമയം കാണിച്ചില്ല 1:11 ഗൈസ്. എന്തെങ്കിലുമൊക്കെ വിഷ് ചെയ്തു എല്ലാവരും. അപ്പോൾ വീണ്ടും എന്നെ കാണിക്കാം. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാസർ അവൻ്റെ നിക്കാഹ് കഴിഞ്ഞ്. അപ്പം അവനും ഭാര്യയും അവൻ്റെ അനിയനും ഇവിടെ കൊച്ചിയിലുണ്ട്. അവൻ്റെ കാർ എടുക്കാൻ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് വൈകുന്നേരത്തിനകത്ത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സലൂണിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, ബിയേഡ് ഒന്ന് ട്രിം ചെയ്യാനായിട്ട്. നാളെ അവൻ്റെ വെഡിങ് റിസപ്ഷൻ ആണല്ലോ. അപ്പോൾ എനിക്കൊരു ഷർട്ട് കൊടുക്കണമെന്നുണ്ട് നാളെ ഇടാനായിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ ഗൈസ്. അപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് അങ്ങനെ ഒരു ഇതിലങ്ങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മടി പിടിക്കും ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലോ അങ്ങ് പോകും. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര വലിയ സംഭവ വികാസങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും ഇപ്പം ശ്വാസം ഉള്ളത് കൊണ്ടും ഇങ്ങനത്തെ കുറച്ച് പരിപാടികളും വിശേഷങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളതങ്ങ് വ്ളോഗ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ബിക്കോസ് അവൻ ഇവിടെ അധികം ദിവസം ഇല്ലല്ലോ. അപ്പം മിക്കവാറും നെക്സ്റ്റ് മന്ത് ജാനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പം പോകും തിരിച്ചായി. സോ അതിനകത്ത് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും കാണിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നൊമാഡിയനൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ന് അവൻ ലാൻഡ് ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നുന്നു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണെന്ന് തോന്നുന്നു, യാസറിനെ പറയാതെ. അപ്പോൾ ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ എന്തായാലും അവൻ അറിയും അവൻ വന്നിട്ടുണ്ടെന്നുള്ളത്. നാളെയല്ലേ ഈ വ്ളോഗ് ഇറങ്ങുള്ളൂ മോസ്റ്റ്ലി. അപ്പം നൊമാഡിയനും കാണും ഗൈസ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു 25-ാം തീയതി എന്തോ ഫ്രീ ആണ്, 26-ാം തീയതി അവൻ തിരിച്ചു പോകും. അപ്പോൾ എല്ലാം വളരെ ഷോർട്ട് പീരിയഡിൽ ആൾക്കാർ വരുന്നതാണ്. യാസറും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പ്ലാൻസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മെനു മാറി ഗൈസ്. അത്യാവശ്യം കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ. ഇന്നലെ ഞാൻ ഒരു സൂപ്പ് കുടിച്ചായിരുന്നു, ചിക്കൻ ചൗഡർ സൂപ്പ്. ഉയ്യോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ സാധനം. അതിൻ്റെ അവിടെ ഇന്നലെ ഒരു ഓറഞ്ച് ഫോം ബേസ്ഡ് കോഫിയും കുടിച്ചായിരുന്നു, കോൾഡ് ബ്രൂ. ഉയ്യോ, പുതിയ മെനു എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ കാലിക്കറ്റ് ഷോപ്പും തുറക്കാറായി പുതിയ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ മെനു പുതിയതാകുമ്പോൾ നമ്മൾ വന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ ലെറ്റ് സി, ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാത്ത ഇന്നലത്തെ എന്തെങ്കിലും ഒരു സാധനം ഇന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. സാലഡ് എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ സൂപ്പ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ആ സൂപ്പ് എന്തായാലും ഓർഡർ ചെയ്ത് കഴിക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ യാസർ കഴിച്ചിപ്പം പോർട്ടിലാണ്. അവിടെ നിന്ന് അവൻ്റെ കാറിൻ്റെ ഇത് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. തോന്നുന്നു അവൻ തൃശ്ശൂരിൽ നിന്ന് ഒരു 3-4 ദിവസം എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടി നടന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. അതല്ലേ നമ്മുടെ നാട്ടിൽ കുറച്ച് ഭയങ്കര എല്ലാം കുറച്ച് സ്ലോ മോഷനാണ് കേസ്. എത്ര കാശ് ചിലവാക്കി വന്നാലും ശരി, കാശ് ചിലവാക്കി എന്ത് ചെയ്ത് കഴിഞ്ഞാലും കാര്യങ്ങളൊന്നും കറക്റ്റ് വെടിപ്പായിട്ട് നടക്കൂല, മനസ്സിലായില്ലേ? അതൊക്കെ തോന്നുന്ന സമയത്തൊക്കെയാണ് ഓരോന്ന് കിട്ടണത്. അപ്പോൾ എന്തായാലും ശരി ഗൈസ്, കയറിയിട്ട് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോഴേക്കും അവൻ്റെ കാറ് വിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വ്ളോഗിൽ തന്നെ അത് കാണിക്കാൻ പറ്റുമായിരിക്കും, ഇഫ് അറ്റ് ഓൾ. ഇനി അവന് അവിടെ വേറെ വല്ല പണിയൊന്നും വന്നില്ലെങ്കിൽ. പാചകം മറ്റേ തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നും വരും ഇവിടെ ഇവര്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊന്ന് കാശൊക്കെ കൊടുത്തല്ലേ ഈ വണ്ടികൾ ഇങ്ങോട്ട് വിടുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ പുറകെ നടക്കണം കഴിച്ച് അത് റിലീസ് ചെയ്യാനും അതിന്റെ ഇൻസ്പെക്ഷൻ ഒരു ദിവസം എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ടൈമില് സമാധാനം, ലൈക്ക് സാവകാശം, ആ ഒരു സെറ്റപ്പാണ്. പിന്നെ വേറെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുറച്ചൊരു ഇത്തിരി അധികം സ്ലോ മോഷൻ പരിപാടിയാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് നോക്കാം. കാർ ഇറങ്ങുമെങ്കിൽ ഇന്നത് ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ പിന്നെ നേരെ വീട്ടിലോട്ട്. ബൈ. പിന്നെ ഗൈസ്, നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ് ഫുഡ് അടിക്കാനായിട്ട്. ലഞ്ച് അടിച്ചിട്ടില്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന്. സോ ഇവിടെ വന്നപ്പോൾ ഒരു മെനു പുതിയതായിട്ട് മാറ്റിയെന്ന് പറഞ്ഞു. സോ ഇതൊരു പുതിയ ഐറ്റമാണ് ഗൈസ്. കോഫി കോൾഡ് ബ്രൂ വിത്ത് കോക്കനട്ട് ക്രീമോ, കോക്കനട്ട് വാട്ടർ വിത്ത് കോഫി ക്രീമോ, അങ്ങനെ എന്തോണ് സാധനം. സംഭവം കണ്ടിട്ടൊരു കോൾഡ് കോഫി ലുക്കൊക്കെ ഉണ്ട്. നൈസായിരിക്കും, നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പുതിയ കോഫിയുടെ ടേസ്റ്റ് എന്നുള്ളത്. കലക്കണമെന്ന് മിക്സ് ചെയ്തോട്ടെ. ലുക്സ് ലൈക്ക് ഒരു കോൾഡ് കോഫി ലുക്കൊക്കെ ഉണ്ട്. മുകളിലൊരു കോഫി ക്രീം പോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കോൾഡ് കോഫിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് അങ്ങനെ ഹോട്ടായിട്ടുള്ള കോഫി ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കൂടുതലും കോൾഡ് ബ്രൂ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫിൽട്ടർ കോഫി ഇല്ലേ, കാപ്പി ചൂടോടെ കുടിക്കണമെങ്കിൽ എനിക്ക് അത് മാത്രമാണ് ഇഷ്ടം. ഇത് നമ്മളെ കഫിക്കാനേ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോൾഡ് ബ്രൂവിനോടുള്ള സംഭവം തലയിൽ കയറിയത്, മനസ്സിലായല്ലേ? ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും ഗൈസ്, ഏതൊക്കെ റെസ്റ്റോറൻറ്റ് ഏതൊക്കെ കഫേയിലും കോൾഡ് ബ്രൂ ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടിയുണ്ട് എനിക്കിപ്പം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, കൊള്ളാവുന്നു. കൊള്ളാം. ലൈക്ക് ഒരു ആ കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു ഫ്ലേവർ ബേസിൽ ഇങ്ങനെ ഉണ്ട്, നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടും. രണ്ടും പെർഫെക്റ്റ് ബ്ലെൻഡാണ് കേട്ടോ ഗൈസ്. അതായത് ഒരു രണ്ടിന്റെ ഫ്ലേവറും ഉണ്ട്, കോഫിയുടെ ഫ്ലേവറും ഉണ്ട്, കോക്കനട്ട് വാട്ടറിന്റെ ഫ്ലേവറും ഉണ്ട്. രണ്ടും ഈക്വലി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിജയം. സാധനം കൊള്ളാം ഗൈസ്, വെരി റിഫ്രഷിങ്, കൊള്ളാം. കോഫിയുടെ സാധനവും കോക്കനട്ട് വാട്ടറിന്റെ സംഭവം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഐറ്റം. ദിസ് റിയലി ഗുഡ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. കോൾഡ് ആയിട്ടുള്ള കോഫി ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാം.
ആർത്തിക്ക് ഇത് കുടിച്ച് കഴിഞ്ഞാൽ പറയും പഴകിയ കോഫിയാണ്. അവന് ബിക്കോസ് അവന് ടെൻഡർ കോക്കനട്ട് വാട്ടറും കോഫിയും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇഷ്ടമല്ല. അതാണ് സംഭവം. സോ നമ്മൾ ബീഫ് സാൻഡ്വിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്, പുൾഡ് ബീഫിന്റെ ഒരു സാൻഡ്വിച്ച്. സോ അത് നല്ലതാണെന്ന് തോന്നുന്നു, അത് പുതിയതാണ്. അത് വരുമ്പോൾ നോക്കട്ടെ ഗൈസ്, അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ലഞ്ച് അതാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ പുൾഡ് ബീഫ് സാൻഡ്വിച്ച് വന്നിരിക്കുകയാണ്. സവർഡോ ബ്രെഡ് ആണ് കേട്ടോ, നല്ല ക്രിസ്പ് ആണെന്ന് തോന്നുന്നു. റൈസും അത് ചീസും സംഭവങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാം. ഞാൻ അത് ടേസ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് പരിപാടി. ഫ്രണ്ട് ക്യാമറ എടുക്കുന്നു, നമുക്ക് ഫുഡും കിട്ടും കാണാനും പറ്റും. പക്ഷെ നമ്മളൊന്ന് കുറച്ചൊന്ന് നീങ്ങിയൊക്കെ ഇരിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ അവിടെ എനിക്ക് അതിനോട് ഈ പിക്കിൾഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും, നല്ലതായി. ഉപ്പിലിട്ട സാധനം ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ഫ്രൈസും ഉണ്ട്, ഉപ്പിലിട്ടതുകൊണ്ട് പൊരിച്ചതുണ്ട്. ഓ ശരി ഗൈസ്, ഇതാണ് സാൻഡ്വിച്ച്. സൈസ് സാൻഡ്വിച്ച് അത്യാവശ്യം ഫില്ലിംഗ് ആണ്. കൊള്ളാം. ഓ നല്ല ജ്യൂസിയാണ് ഗൈസ്, കൈ കണ്ട വെറ്റ്. കൊള്ളാം കേട്ടോ, സാധനം അടിപൊളി. ഇത് മറ്റേ മെക്സിക്കൻ സ്റ്റൈൽ. രക്ഷയില്ലാതെ ബീഫ് കൊള്ളാം, നല്ല ക്വാളിറ്റി മീറ്റ് ഗൈസ്. ഓൾമോസ്റ്റ് ബ്രേസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. ബീഫിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ബെടർത്തി എടുക്കൂലേ, ആ ഒരു ടൈപ്പ് ഓഫ് സാധനം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയല്ല, കിട്ടില്ല ടേസ്റ്റ്. ഇവിടെ നല്ലൊരു സാൻഡ്വിച്ചിന്റെ കുറവുണ്ടായിരുന്നു, അത് ഇത് തീർത്ത്. ഇതിന്റെ ചിക്കൻ വെർഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ നെക്സ്റ്റ് ടൈം കഴിച്ചു നോക്കാം ഗൈസ്. ഇത് കൊള്ളാം, ദിസ് ഇസ് നൈസ്. ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. അതായത് നമ്മൾ ജപ്പാനിൽ നിന്ന് ഇറക്കിയ മാച്ച എക്സ്പേർട്ട് ആണ് അത്, വിത്ത് കോസ്റ്റ്യൂം. സിബിൽ കമോൺ, നിന്റെ മാച്ച സ്കിൽസ് കാണിക്കൂ. കുറച്ച് നേരമായിട്ടാണ് എന്തോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പിടികിട്ടുന്നില്ല. എടാ മാച്ച വെച്ച് പാത്രം കഴുകുന്നതാണോ, എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത്? ഗൈസ്, ജപ്പാനിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടാണ് അവൻ ചെയ്യുന്നതെന്നൊന്ന് പറയണേ. നമുക്ക് ജപ്പാനിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എന്നാലും കമന്റ് ചെയ്തോ ഗൈസ്. പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. കറക്റ്റ് ആൻസർ പറയണവർക്ക് അവന്റെ വക, അല്ല കറക്റ്റ് കമന്റ് ചെയ്യണവർക്ക് അവന്റെ വക ഒരു മാച്ച. കഴിഞ്ഞാണ് അവനായിരുന്നു, നിന്നെ കാണിച്ചല്ലോ ഓൾറെഡി. കഴിഞ്ഞ നിന്റെ മാച്ച സ്കിൽസ് നമ്മൾ കണ്ട്. അടുത്ത അവൻ്റെത് സഹലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. അവര് മാത്രമേ ഉള്ളൂ. അവിടെ ഇത് തീരുന്നില്ലല്ലോ, ഇത് ഞാൻ മൊത്തം പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. ഇത് ഭയങ്കര വലിയ പാണാണ് കേട്ടോ ഈ പണി. അതാണ് ഞാൻ ജിമ്മിൽ പോകുന്നതിനെ പിടിച്ചെത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത്യാവശ്യം മസിൽ യൂസ് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ കോഫിയും സാൻഡ്വിച്ചൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ഷാദിനെ വിളിച്ചുകൊണ്ട് വരണം വീണ്ടും കത്തിക്കാനല്ലോട്ട്. സോ ശാസ്ത്രന് അവൻ്റെ കാർ കിട്ടി ഗൈസ്. അങ്ങനെ ഫൈനലി എല്ലാം ക്ലിയറൻസ് കഴിഞ്ഞത് ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ അത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറും കൂടെ എടുക്കും. അപ്പോഴേക്കും ഞാൻ പോയി ശാസ്ത്രനെയും വിളിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും കത്തിക്കാനല്ലേ വരാം. അപ്പോൾ അവന് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. സോ ലെറ്റ്സ് സീ ഗൈസ്, ബൈ, പോയിട്ട് വരാം. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല ഗൈസ്. യാസറിന് എനിക്ക് തോന്നുന്നു കാർ കിട്ടിയപ്പോൾ ലേറ്റ് ആയെന്ന് തോന്നുന്നു ഇറക്കിയപ്പം. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവരുമായിട്ടൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ചാസിൻ്റെയും എൻ്റെയും കുറേ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിസി ആയിപ്പോയി. ഇപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്, ഫോറം മോളിൽ പോയിട്ട് എന്തെങ്കിലും ഷർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ നാളെ ഇടാനായിട്ട്. നാളെ രാവിലെയാണ് റിസപ്ഷൻ യാസറിൻ്റെ. അപ്പോൾ അവൻ നേരെ അങ്ങ് പോയി തൃശ്ശൂരിൽ. അപ്പോൾ അവൻ്റെ കാർ നമ്മൾ വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാൻ കഴിയും, ഞാൻ സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാതെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോയി ഡ്രസ്സ് എടുത്തിട്ട് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. 10 മണി അല്ലേ, 10-10:30 അല്ല, ഒരു 9 മണിക്കെങ്കിലും ഇറങ്ങണമല്ലോ തൃശ്ശൂർ എത്താനായിട്ട്. നല്ല റോഡ് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഫോറം അടയ്ക്കണതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ്. ഞാൻ പോയി ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഗൈസ്. ഇത് എന്തോന്നു, ടെമ്പൂര പ്രോൺസിന്റെ ടെമ്പൂര സ്പൈസ്ഡ് പ്രോൺസും നോർമൽ ഫ്രൈഡ് റൈസും എനിക്ക് വേണ്ടി ഉണ്ടായത്. ഇത് മെനുവിലില്ല ഗൈസ്. അപ്പം എനിക്കിതാണ് ഇഷ്ടം, നോർമൽ ഫ്രൈഡ് റൈസ്. അപ്പോൾ അതുകൊണ്ടുണ്ടായതാണ്. ഇതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഗൈസ് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ തിരിക്കണം തൃശ്ശൂരിലോട്ട്. എന്താ പറയാല്ലോ, ഇന്ന് കുറച്ച് പ്ലാൻ ചെയ്ത സാധനങ്ങളൊന്നും നടന്നില്ല ഗൈസ്. കാറൊക്കെ കാണിക്കാനൊക്കെ വിചാരിച്ചിരുന്നതാണ് മറ്റേ യാസറിന്റെ. അതിന് ഞാൻ പറഞ്ഞ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ നാളെ എന്തായാലും നമുക്ക് റിസപ്ഷൻ വ്ളോഗായിരിക്കും യാസറിന്റെ. പിന്നെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞ്. അപ്പൊ ഞാനും ഷാസും നൊമാഡിയനും ആയിരിക്കും മിക്കവാറും പോകുന്നത് തൃശ്ശൂരിലോട്ട്. സോ എന്തായാലും ഗൈസ് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഈ സാധനം നല്ല അടിപൊളി ഐറ്റമാണ്. ടെമ്പൂര സ്പൈസ്ഡ് പ്രോൺസ് എന്നാണ് ഇതിനെ പറഞ്ഞത്. ഇത് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല, കിടിലം ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഫ്രൈഡ് റൈസ് കൂടെ ഒന്ന് കഴിച്ചോട്ടെ. ലെറ്റ് മീ ട്രൈ ദ ഫ്രൈഡ് റൈസ്. ഇത് ഞാൻ നോർമൽ ആക്കിയതാണ് ഗൈസ്. എന്തോ ഒരു സോസിന്റെ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഇപ്പം തന്നെ കഴിച്ചിട്ട് ഗൈസ്. സാധനം കൊള്ളാം ഗൈസ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ഇവർക്ക് ഇവിടെ പല ടൈപ്പ് സോസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ പ്രോൺസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ടെമ്പൂര സ്പൈസ്ഡ് പ്രോൺസ് എന്നാണ് അതിന്റെ പേര്. കിടിലൻ സാധനമാണ് കേട്ടോ.
പ്രോൺസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റൈസും കൊള്ളാം ഗൈസ്. ഞാൻ അപ്പം ഒന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. നാളെ രാവിലെ എനിക്ക് തോന്നുന്നു 11 മണിക്ക് എന്തോണ് റിസപ്ഷൻ. സോ യാസറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാന്നുള്ളതൊക്കെ ഒരു ബോധത്തിരിക്കുകയാണ്. ബിക്കോസ് പറ്റുന്നില്ല ഗൈസ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എത്തി. നാളെയും കൂടെ ചിലപ്പോൾ ഞാൻ തിന്നുമായിരിക്കുമോ അറിഞ്ഞുകൂടാ, നോക്കാം. എന്തായാലും കുറച്ച് ഇനിയുള്ള പോർഷൻ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാം കഴിക്കും, പക്ഷേ ഇച്ചിരി. അതിൻ്റെ കൂടെ പതുക്കെ ഒരു ജാനുവരി ഫസ്റ്റ് വീക്കോ വല്ലതും ഒക്കെ ജിമ്മും അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. നടത്തിയെടുക്കണം. എല്ലാവരും പറയും ഞാൻ ചെയ്യൂലെന്ന്, പക്ഷെ ഞാൻ ചെയ്യും. ഈ പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കും ഗൈസ്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും വീടെത്തട്ടെ ഗൈസ്. പോയി കിടന്നൊന്ന് ഉറങ്ങണം. ഒട്ടും വയ്യ, തളർന്ന്. ഇന്നത്തെ ദിവസത്തെ ഡെഡായി. പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു ഇതായിപ്പോയി. പക്ഷെ വിൽ ബി ബാക്ക് ഗൈസ് വിത്ത് മോർ പരിപാടീസ് ആൻഡ് ഫുഡ് അടി അറിഞ്ഞുകൂടാ, നോക്കാം. വരുന്നത് പോലെ വരട്ടെ, എന്നിട്ട് നമുക്ക് സാധനങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഗൈസ്, ബൈ.